സ്റ്റുഡൻസ്, നമ്മളിന്ന് ബഹുഭുജങ്ങളുടെ നിർമ്മിതിയാണ് പരിശോധിക്കുന്നത്. നമ്മളുടെ പാഠപുസ്തകത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെട്ടു സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം അല്ലെ, സമബഹുഭുജങ്ങൾ, അതുപോലെ ഷഡ്ഭുജം, അതുപോലെ അഷ്ടഭുജം, ഇങ്ങനെയുള്ള രൂപങ്ങൾ അല്ലെങ്കിൽ 3 സമഭാഗങ്ങളാക്കി 4 സമഭാഗങ്ങളാക്കി 4 വശങ്ങളും 3 വശങ്ങളും 6 വശങ്ങളും വരുന്ന രൂപങ്ങൾ എങ്ങനെ നിർമ്മിക്കാം എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ 3 സമഭാഗമാക്കുമ്പോൾ, അല്ലെങ്കിൽ 3 വശമുള്ള രൂപം കിട്ടാൻ വൃത്തത്തെ 3 സമഭാഗമാക്കിയാൽ മതി അല്ലേ. നമുക്ക് ആ രീതിയിൽ ചിന്തിച്ചാൽ ഓരോ സമഭാഗവും ഇതിൻ്റെ ഉള്ളിൽ വൃത്തകേന്ദ്രത്തിൽ എത്ര അളവെടുക്കണമെന്നത് നമുക്ക് പരിശോധിക്കാൻ നമ്മൾ പഠിച്ചതാണ്. എത്രയാണ്? വൃത്തം മുഴുവൻ 360 ഡിഗ്രി, അതിനെ 3ആയി തിരിച്ചാൽ അല്ലേ, 3ആയി തിരിച്ചാൽ നമുക്ക് എത്ര കിട്ടും എന്ന് നമുക്കറിയാം. അപ്പം വൃത്തകേന്ദ്രത്തിൽ 360നെ 3ആയി ഭാഗിച്ചാൽ വൃത്തകേന്ദ്രത്തിൽ എത്ര അളവെടുക്കണം? 120 ഡിഗ്രി എടുക്കണം. നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമുക്കൊന്ന് ചെയ്യാം. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ആരം വരച്ചതിന് ശേഷം നമുക്കിത് ചെയ്യാം, അല്ലാതെയും കൃത്യതയോടെ ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും വരയ്ക്കുന്നില്ല, കാരണം ഇത് പിന്നീട് നമുക്ക് ഒരു പാറ്റേൺ രൂപത്തിലൊക്കെ ആക്കേണ്ടതായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ വരകൾ വരാതെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുന്നു. ഈ വൃത്തകേന്ദ്രം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വൃത്തകേന്ദ്രത്തിൽ പ്രൊട്രാക്ടറിൻ്റെ ശീർഷം വയ്ക്കുന്നു. പ്രൊട്രാക്ടർ ഇങ്ങനെ നേരെ വെച്ച് ഇവിടെ 0, 180 എന്നുള്ള ഇവിടെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുന്നു. 120 ഡിഗ്രിയാണ്. അപ്പം 0, 10, 20 ഇങ്ങനെ വന്ന് 90, 100, 110, 120ന് ഇവിടെയും ബിന്ദു അടയാളപ്പെടുത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബിന്ദു കിട്ടി, ഇവിടെ ഒരു ബിന്ദു കിട്ടി. അടുത്തത് വീണ്ടും ഇതേ ശീർഷം ഈ വൃത്തകേന്ദ്രത്തിൽ നമ്മൾ വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇട്ട ഈ ബിന്ദുവിലേക്ക് ആ 0, 180 എന്നുള്ള വര, ആ ബിന്ദു ഇപ്പോൾ ഇട്ട ബിന്ദുവിലേക്കും വൃത്തകേന്ദ്രത്തിൽ ഈ ശീർഷവും വരുന്ന രീതിയിൽ വെച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 0, 10, 20, 30, 40, 50, 60, 70 ഇങ്ങനെ 120 ഇവിടെ ഇങ്ങനെ നമ്മൾ ബിന്ദു അടയാളപ്പെടുത്തും. ഇപ്പോൾ അടുത്ത ഭാഗം നമ്മളിങ്ങനെ നോക്കിയാൽ അടുത്ത ഭാഗം എത്രയായിരിക്കും? കൃത്യം നമുക്കറിയാം. അതെത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. കണ്ടോ, 120 ഡിഗ്രി നമ്മൾ ആദ്യം ഇട്ട കുത്ത് ബിന്ദു ഇവിടെയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടത്, നമ്മൾ പ്രൊട്രാക്ടർ നമ്മൾ എടുക്കുന്ന വൃത്തം 5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ടാണ് സാറിന് ഏകദേശം അടുത്തിവിടെ കിട്ടിയത്. ചിലപ്പോൾ 4 സെൻറ്റിമീറ്റർ എടുത്താൽ ഒരുപാട് അകലെയായിരിക്കും, 6 സെൻറ്റിമീറ്റർ എടുത്തതിൻ്റെ ഉള്ളിൽ കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഈ ബിന്ദു ഓരോന്നും വൃത്തത്തിൽ വരണം. അപ്പോൾ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് ഇവിടെ വൃത്തകേന്ദ്രവുമായി ഓരോ ബിന്ദുവും ചേർത്ത് ഈ വൃത്തത്തിൽ ഇതേപോലെ ബിന്ദു അടയാളപ്പെടുത്തണം. വൃത്തത്തിൽ അടുത്തത് നമ്മൾ ഇവിടെയും വൃത്തകേന്ദ്രവും അതുപോലെ തന്നെ ഈ ബിന്ദുവും കൂടെ ചേർത്ത് ഇവിടെ അടയാളപ്പെടുത്തണം. അതുപോലെ ഈ വൃത്തകേന്ദ്രവും അതുപോലെ ഇപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ബിന്ദുവും കൂടെ ചേർത്ത് നമ്മൾ ഈ വൃത്തത്തിൽ ഇവിടെ ബിന്ദു അടയാളപ്പെടുത്തണം. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ വൃത്തത്തിൽ 3 ബിന്ദുക്കൾ, 3 സമഭാഗമായി അല്ലേ. നമ്മളിനി ചെയ്യുന്നത് ഈ ഓരോ ബിന്ദുവും തമ്മിൽ നമ്മൾ ചേർത്ത് വരയ്ക്കാനായിട്ട് പോവാണ്. ഈ ബിന്ദുവും ഈ ബിന്ദുവും കൂടി നമ്മൾ ചേർത്ത് വരയ്ക്കുന്നു. ഇതിൻ്റെ വശങ്ങൾ ചേർത്ത് വരയ്ക്കും. അടുത്തത് ഇവിടെ ഈ വശങ്ങൾ ചേർത്ത് വരയ്ക്കുന്നു. അടുത്തത് ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള വശവും ചേർത്ത് വരയ്ക്കും. ഇപ്പോൾ നമുക്ക് ഈ രൂപം ഒരു എല്ലാ വശവും തുല്യമായ രീതിയിലുള്ള ഒരു ത്രികോണമായിരിക്കും കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ ത്രികോണത്തിൻ്റെ കോണുകൾ ഒന്ന് അളന്ന് നോക്കിയാൽ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചതാണ്. സമഭുജ ത്രികോണത്തിൻ്റെ കോണുകൾ എത്ര ഡിഗ്രി ആയിരിക്കും? 0, 10, 20, 60 ഡിഗ്രി. അടുത്തതും നോക്കിയാൽ നമ്മൾ ഇവിടെ നടന്ന് നോക്കിയാൽ എത്രയാണ്? 60 ഡിഗ്രി അല്ലേ. അടുത്തതും നമ്മൾ നോക്കിയാൽ 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഒരു ത്രികോണം വളരെ കൃത്യമായി കിട്ടി.
പിന്നീട് ഈ വൃത്തത്തിൻ്റെ പുറത്തുള്ള ഭാഗം റബ്ബർ ഉപയോഗിച്ച് നിങ്ങൾക്ക് റബ്ബ് ചെയ്ത് കളഞ്ഞാൽ ത്രികോണം മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇവിടെ അടുത്ത നമ്മൾ 4 വശമുള്ള രൂപം, അതായത് ഒരു സമചതുരമാണ് ഇവിടെ രൂപപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇവിടെയും ആദ്യം പറഞ്ഞതുപോലെ കോമ്പസ് ഉപയോഗിച്ച് ഒരു വൃത്തം ഇവിടെ 5 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം 4 സമഭാഗമാക്കാൻ നമുക്കറിയാം വൃത്തകേന്ദ്രത്തിൽ വരേണ്ട കോണിൻ്റെ അളവ് എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു വൃത്തം 360 ഡിഗ്രിയാണ്. അതിനെ 4 സമഭാഗമാക്കിയാൽ ഒരു ഭാഗം എത്ര കിട്ടുന്നു എന്ന് കാണുന്നത് 360 ഹരിക്കണം 4 എത്രയാണ്? ഇവിടെ ഹരണക്രിയ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വൃത്തകേന്ദ്രത്തിൽ കിട്ടുന്ന കോണിൻ്റെ അളവ് എത്രയാണ്? 90 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ? നേരത്തെ ചെയ്തതുപോലെ ഇവിടെ ഒരു വൃത്തകേന്ദ്രത്തിലേക്ക് പ്രൊട്രാക്ടർ വയ്ക്കുന്നു. ഇവിടെ ഉള്ളിൽ വരകൾ വരാത്ത രീതിയിലാണ് സാറ് ചെയ്യുന്നത്. വൃത്തകേന്ദ്രത്തിലേക്ക് പ്രൊട്രാക്ടറിൻ്റെ ശീർഷം വെച്ചു. ഈ 0, 180 എന്നുള്ള വര ഇവിടെ അടയാളപ്പെടുത്തി. 4 ഭാഗവും 90 ഡിഗ്രിയാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ 90 ഡിഗ്രിയിൽ ബിന്ദു അടയാളപ്പെടുത്താം. 4 ഭാഗമായതുകൊണ്ട് നമ്മൾ വീണ്ടും അതെടുത്ത് ചെയ്തില്ലെങ്കിൽ നമുക്കിത് പൂർത്തിയാക്കാനായിട്ട് പറ്റും. എന്നാൽ ഇവിടെ സാർ ഒരു പ്രാവശ്യവും കൂടെ ഇത് ചെയ്യുകയാണ്. വൃത്തകേന്ദ്രം ഇവിടെ വയ്ക്കുന്നു. ഇപ്പോഴിട്ട ബിന്ദുവിൽ ഈ 0, 180 എന്നുള്ള വര കൃത്യമായി വയ്ക്കുന്നു. അതിനുശേഷം ഈ 90 ഡിഗ്രി എന്ന് പറയുന്ന ഈ ബിന്ദുവിൽ ബിന്ദു അടയാളപ്പെടുത്തുന്നു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാവുന്നത് നേരെ ഈ ബിന്ദു എല്ലാം എന്ത് വരണം? വൃത്തത്തിലേക്ക് വരണം അല്ലേ? ഇവിടെ ഈ ബിന്ദുവും വൃത്തകേന്ദ്രവും കൂടെ ചേർക്കുന്നു. അപ്പോൾ ഇവിടെ വൃത്തത്തിൽ ബിന്ദു അടയാളപ്പെടുത്തുക. ഇത് നേരെ 4 സമഭാഗമായതുകൊണ്ട് നേരെ താഴെ നമുക്ക് ബിന്ദു അടയാളപ്പെടുത്താം. അതുപോലെ ഇത് ബിന്ദു വൃത്തകേന്ദ്രവുമായി ചേർത്ത് ഇവിടെയും വൃത്തത്തിൽ ബിന്ദു അടയാളപ്പെടുത്തുക, ഇവിടെയും വൃത്തത്തിൽ ബിന്ദു അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് ഈ വൃത്തത്തിൽ വന്ന 4 ബിന്ദു ഇവിടെ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഈ 4 ബിന്ദു നമ്മൾ സ്കെയിലും പെൻസില് അല്ലെങ്കിൽ കളർ പെൻസില് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ നമുക്ക് ചേർത്ത് വയ്ക്കാം. അടുത്ത വശം അപ്പോൾ നമുക്ക് ഒരു സമചതുരം അവിടെ ലഭിച്ചു. നമ്മൾ ഈ കോണുകൾ ഓരോന്നും അളന്ന് നോക്കിയാൽ നമ്മൾ വരച്ചതിന് ശേഷം കോണുകളൊക്കെ അളന്ന് നോക്കുക. കൃത്യം എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഓരോ രൂപം വരച്ചിട്ട് നമുക്ക് കോണുകൾ അളന്നാൽ നമ്മൾ ചെയ്ത നിർമ്മിതി ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ഒരു സമചതുരം കിട്ടി. നമുക്ക് റബ്ബർ ഉപയോഗിച്ച് വൃത്തത്തിൻ്റെ ബാക്കി ഭാഗവും പുറത്തു വന്ന ബിന്ദുവും അല്ലെങ്കിൽ അകത്ത് ബിന്ദു വരികയാണെങ്കിൽ അകത്ത് വന്ന ബിന്ദുവൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? റബ്ബ് ചെയ്ത് കളയാം. അടുത്തതായി നമ്മൾ 6 വശങ്ങളുള്ള ഒരു രൂപമാണ് വരയ്ക്കുന്നത്. 6 വശങ്ങൾ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒരു വൃത്തം, ഞാനിവിടെ 5 സെൻറ്റിമീറ്റർ എടുത്തു, നിങ്ങൾക്ക് 4 സെൻറ്റിമീറ്ററോ 6 സെൻറ്റിമീറ്ററോ ആരമുള്ള വൃത്തം വരയ്ക്കാം. അതിനുശേഷം 6 വശമായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വൃത്തകേന്ദ്രത്തിൽ വരുന്ന കോണിൻ്റെ അളവ് കിട്ടാൻ നമുക്കറിയാം 360 ഹരിക്കണം 6. അപ്പോൾ എത്ര വരുന്നതെന്ന് നമുക്കറിയാം അല്ലേ? 36 6 പ്രാവശ്യം 0. എത്ര ഡിഗ്രി എടുക്കണം? 60 ഡിഗ്രി എടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ പ്രൊട്രാക്ട് എടുക്കുന്നു. അതിനുശേഷം വൃത്തകേന്ദ്രത്തിൽ സാർ പറഞ്ഞല്ലോ ഇവിടെ ഒരു ആരം ചെറുതായിട്ട് വരച്ചിട്ട് വേണമെങ്കിലും ഇതിങ്ങനെ ചെയ്യും. ഇവിടെ ഒരു ആരം വരച്ചിട്ട് അവിടെ പ്രൊട്രാക്ട് വെച്ചിട്ടും ചെയ്യാം. പിന്നീട് അത് റബ്ബ് ചെയ്ത് കളയണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ വരകൾ വരാതിരിക്കുന്ന രീതിയിലാണ് സാറ് പറയുന്നത്. 90 ഡിഗ്രിയുടെ ശീർഷം, പ്രൊട്രാക്ടിന് ശീർഷം വൃത്തകേന്ദ്രത്തിൽ വയ്ക്കുന്നു. ഈ 0, 180 എന്നുള്ള വര ഇവിടെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുന്നു.
60 ഡിഗ്രി 0, 10, 20, 30, 40, 50, 60 ഡിഗ്രി 60 ഡിഗ്രിയിൽ ബിന്ദു അടയാളപ്പെടുത്തുന്നു. ഇത് നമുക്ക് പ്രൊട്രാക്ട് എടുക്കാതെ തന്നെ നമുക്ക് ചെയ്യാം. ഇനിയും 60 ഡിഗ്രി ആണല്ലോ വരുന്നത്, നമ്മൾ എടുത്ത് വെച്ചാലും 60 ഡിഗ്രി വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീണ്ടും 10, 20, 30, 40, 50, 60, അതായത് 60ഉം 60ഉം 120 ഡിഗ്രിയിൽ ബിന്ദു അടയാളപ്പെടുത്തുക. അടുത്തത് വീണ്ടും നമ്മൾ പ്രൊട്രാക്ടർ എടുത്ത് ഇവിടെ വെക്കണം 60 ഡിഗ്രി വരെ. അപ്പം 120ൻ്റെ കൂടെ 60ഉം കൂടെ ആയാൽ 10, 20, 30, 40, 50, 60, അതായത് 120ഉം 60ഉം 180 ഡിഗ്രി. ഓക്കെ, ഇത് 6 ഭാഗമായതുകൊണ്ട് അല്പം കൂടെ നമുക്ക് എളുപ്പം ചിന്തിക്കാം അല്ലേ. 60 ഡിഗ്രി 60, 60, 120 ഡിഗ്രി 120ഉം 60ഉം 180 ഡിഗ്രി. നമ്മൾ അങ്ങനെയും ചിന്തിക്കണം, ഓരോന്നും എടുത്ത് വെക്കാതെ നമ്മൾ അങ്ങനെയും ചിന്തിക്കണം. അപ്പോൾ നമുക്കിതിനി ബാക്കി ഭാഗം കിട്ടാനും പ്രൊട്രാക്ടർ നമ്മൾ തിരിച്ച് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് 60 ഡിഗ്രി അടയാളപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പ്രൊട്രാക്ടർ അവിടെ വയ്ക്കുന്നു, ഇവിടെ 60 ഡിഗ്രി 120 ഡിഗ്രി അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ആയതുകൊണ്ട് സമഭാഗങ്ങളായതുകൊണ്ട് നമുക്ക് സ്കെയിൽ നേരെ വെച്ച് ഇപ്പോൾ എടുത്ത ബിന്ദുവും ഈ വൃത്തകേന്ദ്രവും കൂടെ ചേർത്ത് വെച്ച് വളരെ കൃത്യമായി ഈ വൃത്തം ക്രോസ് ചെയ്യുന്ന രീതിയിൽ നിർത്തിയാൽ ഇവിടെ വൃത്തത്തിൽ ബിന്ദു അടയാളപ്പെടുത്താം, ഇവിടെ വൃത്തത്തിൽ ബിന്ദു അടയാളപ്പെടുത്താം. ഓക്കെ, അടുത്തത് ഇവിടെയുള്ള ഈ ബിന്ദുവും വൃത്തകേന്ദ്രവും കൂടെ ചേർത്ത് വെച്ച് ഇവിടെയും വൃത്തത്തിൽ ബിന്ദു അടയാളപ്പെടുത്താം. അത് വൃത്തത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തും ഇവിടെയും അടയാളപ്പെടുത്താം. അടുത്തത് നമ്മൾ നേരെ വരുന്ന ഇത് ഇവിടെ 2 ബിന്ദുക്കളും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സ്കെയിൽ ഉപയോഗിച്ച് വളരെ കൃത്യമായി വൃത്തകേന്ദ്രവുമായി ചേർത്ത് വെച്ച് ഇവിടെയും വൃത്തത്തിൽ ബിന്ദു അടയാളപ്പെടുത്താം, ഇവിടെയും വൃത്തത്തിൽ ബിന്ദു അടയാളപ്പെടുത്താം. ഓക്കെ, ഇത്രയുമായാൽ ഇപ്പോൾ നോക്കി നമുക്കറിയാം ഇവിടെ 1, 2, 3, 4, 5, 6 ഭാഗമായി, 6 തുല്യ ഭാഗങ്ങളായി. ഇവിടെ ഓരോ ബിന്ദുവും വൃത്തത്തിലെ ബിന്ദു നമ്മളിങ്ങനെ അടയാളപ്പെടുത്തിയാൽ 6 ബിന്ദുക്കൾ അവിടെ ഉണ്ടാവും. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ ബിന്ദുക്കൾ തമ്മിൽ ചേർത്ത് വരയ്ക്കും. അതുപോലെ ഓരോ വശവും നമ്മൾ ചേർത്ത് വരയ്ക്കുക. ഇവിടെയും നമ്മൾ വളരെ കൃത്യത പാലിക്കണമെന്നുള്ളത് ഈ നിർമ്മിതിയിൽ വളരെ പ്രധാനം. ഏത് നിർമ്മിതിയിലും നമ്മൾ വളരെ കൃത്യത പാലിക്കണം. അല്പം സമയമെടുത്തിട്ടാണെങ്കിലും നമ്മൾ കൃത്യത പാലിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അളവുകളും എല്ലാം മാറിപ്പോവും, നമ്മൾ നിർമ്മിക്കുന്ന നിർമ്മിതിയുടെ ഭംഗി പോകും. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കല്പം ക്ഷമ ആവശ്യമാണ്. അല്ലേ, വൃത്തകേന്ദ്രത്തിൽ നമുക്ക് എന്ത് കിട്ടി? 60 ഡിഗ്രി എടുത്താണ് വരച്ചത്. ഈ ഷഡ്ഭുജത്തിൻ്റെ ഓരോ കോണും എത്ര ഡിഗ്രിയാണ് നമ്മൾ പാഠപുസ്തകത്തിൽ നമ്മൾ ചെയ്ത് നോക്കിയതാണ്. എത്ര ഡിഗ്രിയാണ്? ഉള്ളിൽ വരുന്ന ഇത് ഓരോന്നും വശങ്ങളുടെ എണ്ണം കൂടുമ്പോൾ കോണുകളുടെ അളവ് കൂടി വരും. നമ്മൾ ബഹുഭുജങ്ങൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോണിൻ്റെ അളവ്, ഈ വശത്ത് വരുന്ന കോണിൻ്റെ അളവ് എത്രയായിരിക്കും? കണ്ടോ, 0, 120 ഡിഗ്രി ആയിരിക്കും. ഇവിടെ വരുന്ന എത്രയായിരിക്കും? ഓക്കെ, കണ്ടോ, ഇവിടെ 0, ഇവിടുന്ന് 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? ഒരു ഷഡ്ഭുജം നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇവിടുന്ന് നമ്മുടെ ഈ പുറത്തുള്ള ബിന്ദുക്കളും അതുപോലെ തന്നെ വൃത്തത്തിൻ്റെ ഭാഗമൊക്കെ നമുക്ക് റബ്ബ് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, അടുത്തതായി നമുക്കൊരു അഷ്ടഭുജം വരയ്ക്കാം. അഷ്ടഭുജം എന്ന് പറയുന്നത് 8 വശങ്ങളുള്ള രൂപം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ കോമ്പസ് എടുക്കുന്നു. കോമ്പസ് എടുത്ത് ഒരു നിശ്ചിത അളവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വൃത്തം വരയ്ക്കുന്നു. തുടർന്ന് നമ്മളിതിൻ്റെ വൃത്തകേന്ദ്രത്തിൽ നമുക്ക് 8 ഭാഗമാണ് കിട്ടുക. അപ്പോൾ വൃത്തകേന്ദ്രത്തിൽ കോണിൻ്റെ അളവ് കിട്ടണം. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള വൃത്തകേന്ദ്രത്തിൽ കോണിൻ്റെ അളവ് കിട്ടാൻ എത്രയാണ്? വൃത്തം മുഴുവൻ 360 ഡിഗ്രി, അതിനെ 8 സമഭാഗമാക്കിയാൽ 8, 4, 32, 4, 40, 8, 5, 40.
അപ്പോൾ വൃത്തകേന്ദ്രത്തിൽ എത്ര അളവെടുക്കണം? 45 ഡിഗ്രി അളവ് വൃത്തകേന്ദ്രത്തിൽ എടുത്താൽ ഇത് 8 സമഭാഗമായി കിട്ടും. നമ്മൾ നേരത്തെയൊക്കെ ചെയ്തതുപോലെ പ്രൊട്രാക്ട് എടുക്കുന്നു. സാർ വീണ്ടും പറയുന്നു, ഇവിടെ ഒരു ആരം വരച്ചിട്ട് അതിൽ പാദരേഖ വെച്ചുകൊണ്ട് നമുക്ക് എടുക്കാം. പിന്നീട് അത് റബ്ബ് ചെയ്താൽ മതി. ഇവിടെ ഉള്ളിൽ വരകളൊന്നും വരാതിരിക്കാനാണ് സാറ് ഈ വൃത്തകേന്ദ്രത്തിൽ എന്ത് ചെയ്യുന്നു? പ്രൊട്രാക്ടറിൻ്റെ ശീർഷം ഇവിടെ വെക്കുന്നു, വളരെ കറക്റ്റാക്കി വെക്കുന്നു. അതിനുശേഷം ഈ 0-100 നമ്മൾ പാദരേഖ വരുന്നതായിട്ടുള്ള ഈ 0-180 എന്നുള്ളിടത്ത് ഒരു ബിന്ദു അടയാളപ്പെടുത്തുന്നു അല്ലേ? ഇവിടുന്ന് 0, 10, 20, 30, 40 നമുക്ക് വേണ്ടുന്നത് 45 ഡിഗ്രിയാണ്. അപ്പോൾ 40 കഴിഞ്ഞ് 41, 42, 43, 45 ഡിഗ്രി. ഇത് മാറ്റാതെ തന്നെ നമുക്ക് 8 സമഭാഗമായതുകൊണ്ട് 45-ഉം 45-ഉം എത്രയാണ് വരുന്നത്? 90 ഡിഗ്രി. നമുക്ക് അടുത്ത ബിന്ദു ഇവിടെ കണ്ടെത്താം. അല്ലെങ്കിൽ നമ്മൾ പ്രൊട്രാക്ട് എടുത്ത് വീണ്ടും ഇവിടെ വെച്ചിട്ട് 45 ഡിഗ്രി ഇങ്ങോട്ട് എടുക്കണം അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ ഇങ്ങോട്ട് വീണ്ടും കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ പ്രൊട്രാക്ട് എടുത്ത് നമുക്ക് വൃത്തകേന്ദ്രത്തിൽ വയ്ക്കുന്നു. ഇപ്പോൾ എടുത്ത ശീർഷത്തിൽ ഈ ബിന്ദുവിൽ ഈ 0-180 എന്നുള്ള പാദരേഖ കൃത്യമാക്കുന്നു. ഈ ശീർഷം കറക്റ്റായിട്ട് ഇവിടെ വയ്ക്കുന്നു. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് 0, 10, 20, 30, 40 അത് കഴിഞ്ഞ് 45 ഡിഗ്രി ബിന്ദു അടയാളപ്പെടുത്തുന്നു. അടുത്ത വീണ്ടും ഒരു 45 വരുമ്പോൾ എത്ര ആവും? 90 ഡിഗ്രി ആവും അല്ലേ? വീണ്ടും നമ്മൾ ഇങ്ങനെ ഇവിടെ വൃത്തകേന്ദ്രം വയ്ക്കുന്നു. 0-180 എന്നുള്ള വരയൊക്കെ കൃത്യമായി വെച്ച് നമുക്ക് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് 45-ഉം 90-ഉം വീണ്ടും 45-ഉം 90-ഉം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 45-ഉം 90-ഉമായിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് വരയ്ക്കാൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 45 ഡിഗ്രി ബിന്ദു അടയാളപ്പെടുത്താം. നേരെ 90, ഇവിടെ പാദരേഖ ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 45 എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് 8 ഭാഗമായതുകൊണ്ട് സ്കെയിൽ ഉപയോഗിച്ച് നേരത്തെ ചെയ്ത പോലെ ഈ ബിന്ദുവും വൃത്തകേന്ദ്രവും കൂടെ ചേർത്ത് വൃത്തത്തിൽ ഇവിടെയും ഇവിടെ താഴെ ഭാഗത്ത് ഒരു ബിന്ദു അടയാളപ്പെടുത്തും. അതേപോലെ അടുത്ത ഈ ബിന്ദുവും വൃത്തകേന്ദ്രവും വളരെ കൃത്യത നമ്മൾ പാലിക്കണം. ഇവിടെ താഴ്ഭാഗവും ബിന്ദു അടയാളപ്പെടുത്തും. അടുത്തത് ഇവിടെ നമ്മൾ നേരെ വരച്ച ഈ ബിന്ദുവും വൃത്തകേന്ദ്രത്തിൽ കൂടി ഈ ബിന്ദുവും കൂടെ ചേർത്ത് നമുക്ക് വൃത്തത്തിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്തണം. അടുത്തത് ഇവിടെ ഈ ബിന്ദുവും വൃത്തകേന്ദ്രവും കൂടെ ചേർത്ത് ഇവിടെ വൃത്തത്തിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്തും. ഇപ്പോൾ വൃത്തം നമ്മൾ നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7, 8 ഭാഗം. ഇവിടെ നമ്മൾ ഈ വൃത്തത്തിലിട്ട ബിന്ദു നമ്മളൊന്ന് അടയാളപ്പെടുത്തിയാൽ 1, 2, 3, 4, 5, 6, 7, 8 ഭാഗം. തുല്യ അകലത്തിൽ 8 ഭാഗങ്ങൾ കിട്ടി. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സ്കെയിൽ ഉപയോഗിച്ച് ഇവിടെ ഈ ഭാഗം വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഈ ഭാഗം ബിന്ദുക്കൾ ചേർത്ത് വശങ്ങൾ വരയ്ക്കുന്നു. ഇവിടെ വശങ്ങൾ ചേർത്ത് വരയ്ക്കും. അതുപോലെ ഓരോ വശവും നമ്മൾ അതുപോലെ വളരെ കൃത്യതയോടുകൂടി വരച്ചു തീർക്കണം. നമ്മളെല്ലാ വശങ്ങളും വളരെ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് വരയ്ക്കണം. നമ്മളിവിടെ നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7, 8 ഭാഗം ഒരു അഷ്ടഭുജം നമുക്കിവിടെ കിട്ടി. പുറത്തുള്ള ഈ വൃത്തത്തിൻ്റെ ഭാഗം നമുക്ക് റബ്ബ് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ. അടുത്തതായി നമ്മളൊരു
പഞ്ചഭുജമാണ് വരയ്ക്കുന്നത്. അതായത് 5 വശങ്ങളുള്ള രൂപം, പഞ്ചഭുജം. അപ്പോൾ 5 വശമുള്ള രൂപം വരയ്ക്കണമെങ്കിൽ നമ്മൾ വൃത്തത്തെ എത്ര ആക്കണം? 5 സമഭാഗമാക്കണം. ഇവിടെയും കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞതുപോലെ വൃത്തം കംപ്ലീറ്റ് ചെയ്യുക. തുടർന്ന് വൃത്തകേന്ദ്രത്തിൽ എത്രയാണ് അളവെടുക്കേണ്ടത് നമ്മൾ നോക്കണം, അല്ലേ? 5 വശമായതുകൊണ്ട് നമ്മൾ വൃത്തം മുഴുവൻ 360 ഡിഗ്രിയാണ്. അപ്പം 5 വശമാണ്. അപ്പോൾ 7 പ്രാവശ്യം 7 5 35, അല്ലേ? 2 പ്രാവശ്യം 10. അപ്പോൾ വൃത്തകേന്ദ്രത്തിൽ എത്ര ഡിഗ്രി എടുക്കണം? 72 ഡിഗ്രി എടുക്കണം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടത് പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ പ്രൊട്രാക്ട് എടുക്കുന്നു. പ്രൊട്രാക്ടിൻ്റെ ശീർഷം വളരെ കൃത്യമായിട്ട് വൃത്തകേന്ദ്രത്തിൽ വയ്ക്കുന്നു. ഇവിടെ അത്യാവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ആരം വരച്ച് ഈ ബേസ് ലൈൻ, അതായത് പാദരേഖ അതിൽ വെച്ചുകൊണ്ട് വരയ്ക്കാം. അവസാനം അത് റബ്ബ് ചെയ്ത് കളയണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ വൃത്തകേന്ദ്രം വയ്ക്കുന്നു. ഇവിടെ ആദ്യം ഈ 0 180 എന്നുള്ള വരയ്ക്ക് ബിന്ദു അടയാളപ്പെടുന്നു. അതായത് ഈ പാദരേഖ ഇവിടെ ഉണ്ട് എന്നുള്ളത് തുല്യമാണത്. ഇവിടെ നിന്നും എത്ര ഡിഗ്രി അളവെടുക്കണം? 72 ഡിഗ്രി, അല്ലേ? 0 10 20 30 40 50 60 70. ഇവിടെ 1 2, അത് വളരെ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി എടുക്കണം. 70 1 2, ഇല്ലെങ്കിൽ അവസാനം വരുമ്പോൾ ചെറുതായിട്ടൊക്കെ വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ടാവും. ഓക്കെ, അടുത്തത് വീണ്ടും ഇവിടെ ഒരു ഭാഗമായി. അടുത്തത് വീണ്ടും ഇവിടെ വൃത്തകേന്ദ്രത്തിൽ ഈ ശീർഷം വെക്കണം. ഈ പ്രൊട്രാക്ടിൻ്റെ വക്കല്ല, ഈ വൃത്തകേന്ദ്രത്തിൽ പ്രൊട്രാക്ടിൻ്റെ ശീർഷം വെക്കണം. ഇപ്പോൾ നമ്മൾ ഇട്ട ബിന്ദുവിൽ ഈ പാദരേഖ കൃത്യമായിട്ട് വരണം. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം വീണ്ടും 0, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. 0 10 20, അങ്ങനെ 60 70 71 72. 72 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യണം? 1 2, അല്ലേ? 72 ഡിഗ്രിയിൽ ഇവിടെ ബിന്ദു അടയാളപ്പെടുത്തണം. ഓക്കെ, വീണ്ടും നമുക്കിപ്പോൾ 2 ഭാഗങ്ങൾ കിട്ടി. വീണ്ടും വൃത്തകേന്ദ്രത്തിൽ ശീർഷം വയ്ക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഇട്ട ബിന്ദുവിൻ്റെ നേരെ കൃത്യമായിട്ട് ഇവിടെ പാദരേഖ നമ്മൾ ശരിയാക്കുന്നു. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. വൃത്തകേന്ദ്രത്തിൽ അതിൻ്റെ ശീർഷം പ്രൊട്രാക്ടിൻ്റെ 90 ഡിഗ്രി വരുന്ന ശീർഷം വയ്ക്കുന്നു. ഈ 0 180 എന്നുള്ള വരയിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ഇപ്പോൾ ഇട്ട ബിന്ദു അതിൻ്റെ നേരെ വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 0 10 20 30 40 50 60 70, ഇവിടെ 1 2 ഡിഗ്രി ബിന്ദു അടയാളം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് എത്രയായി? 1 2 3 ഭാഗം. വീണ്ടും നമ്മൾ വൃത്തകേന്ദ്രത്തിൽ വളരെ കൃത്യമായിട്ട് വയ്ക്കുന്നു. 0 180 എന്നുള്ള രേഖയിൽ വെച്ച് ശീർഷം ഇവിടെ വെച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 0 10 20 30 40 50 60 70 72 ഡിഗ്രി, 1 2 ഡിഗ്രി. ഓക്കെ, ഇവിടെ ഇപ്പോൾ എത്ര സമഭാഗമായി? 5 സമഭാഗമായി, അല്ലേ? ഈ 5 സമഭാഗങ്ങൾ നമുക്ക് വൃത്തകേന്ദ്രത്തിലേക്ക്, നമുക്ക് ആ വൃത്തത്തിലൊരു ബിന്ദു കിട്ടാൻ വേണ്ടി വൃത്തകേന്ദ്രത്തിലേക്ക് ഈ സ്കെയിൽ കൃത്യമായി വെച്ച് ഇവിടെ ബിന്ദു അടയാളപ്പെടുത്തും. അടുത്തതും അതുപോലെ തന്നെ വൃത്തകേന്ദ്രത്തിലേക്ക് കൃത്യമായി വെച്ച് ഇവിടെ ബിന്ദു അടയാളപ്പെടുത്തും. അടുത്ത് നമ്മൾ ഇവിടെ ഇട്ട ബിന്ദുവും ഈ വൃത്തകേന്ദ്രവും കൂടെ ചേർത്ത് വൃത്തകേന്ദ്രത്തിലേക്ക് ബിന്ദു അടയാളപ്പെടുത്തും. അടുത്തതും ഈ ബിന്ദുവും ഈ വൃത്തകേന്ദ്രവും കൂടെ ചേർത്ത് വൃത്തത്തിൽ ബിന്ദു അടയാളപ്പെടുത്തും. നമ്മൾ ആദ്യം ഇട്ടത് ആ വൃത്തകേന്ദ്രത്തിലാണ് വന്നത്, അവിടെ അടയാളപ്പെടുത്തും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 1 2 3 4 5 ഭാഗം. നമുക്ക് വൃത്തത്തിൽ ആ ബിന്ദു ഒന്ന് അടയാളപ്പെടുത്തിയാൽ അല്ലേ? നമ്മൾ ആ വശങ്ങൾ ഓരോന്നും വരയ്ക്കുക. ഇവിടെ 72 ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾ കൃത്യമായ രീതിയിൽ വരയ്ക്കണം, ഇല്ലെങ്കിൽ ചെറിയ വ്യത്യാസമൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്.
ഇവിടെ നമ്മൾ ഈ ലാസ്റ്റത്തെ വശവും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പഞ്ചഭുജം നോക്കി 1 2 3 4 5 പഞ്ചഭുജം ലഭിച്ചു. പുറത്തുള്ള വൃത്തവും ബിന്ദുക്കളും എല്ലാം തുടച്ചു കളഞ്ഞ് വൃത്തകേന്ദ്രത്തിലെ ഈ ബിന്ദുവും തുടച്ചു കളഞ്ഞാൽ മായ്ച്ചു കഴിഞ്ഞാൽ എന്തായി ഒരു പഞ്ചഭുജം കൃത്യമായിട്ട് നമുക്ക് ലഭിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് ബഹുഭുജങ്ങൾ വരയ്ക്കാൻ, ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ സമഭാഗങ്ങൾ എടുത്തുകൊണ്ട് ബഹുഭുജങ്ങൾ വരയ്ക്കാൻ, നമ്മൾ ത്രികോണം വരയ്ക്കാൻ, അതുപോലെ തന്നെ സമയോദരം വരയ്ക്കാൻ, പഞ്ചഭുജം, ഷഡ്ഭുജം, അഷ്ടഭുജം ഇതെല്ലാം വരയ്ക്കാൻ പഠിച്ചു. നിങ്ങൾ ഇതിൻ്റെ കൂടെ 9 വശങ്ങളുള്ള രൂപം ഒരു വൃത്തം വരച്ച് 9 വശമാകുമ്പോൾ വൃത്തകേന്ദ്രത്തിൽ എത്ര ഡിഗ്രി എടുക്കണം? 360 9 കൊണ്ട് ഹരിച്ചാൽ 40 എന്ന് കിട്ടും അല്ലേ? 40 ഡിഗ്രി വീതം എടുത്ത് 9 വശമുള്ള രൂപം വരയ്ക്കണം. അതേപോലെ 10 വശമുള്ള രൂപം വരയ്ക്കണം. വൃത്തകേന്ദ്രത്തിൽ എത്ര എടുത്താൽ മതി? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു പട്ടികയൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ? 360 10 കൊണ്ട് ഹരിച്ചാൽ 36 ഡിഗ്രി. അപ്പോൾ വൃത്തകേന്ദ്രത്തിൽ 36 ഡിഗ്രി വളരെ സൂക്ഷ്മതയോടെ ഇങ്ങനെ എടുത്ത് വരച്ച് ഇതേപോലെ ചെയ്താൽ എന്ത് ലഭിക്കും? 10 വശങ്ങളുള്ള രൂപം കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ആ 2 രൂപങ്ങൾ കൂടി നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കണം. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു ഭാഗം, അതായത് ഇത് ഒരു പാറ്റേണായി നമ്മളിതിനെ മാറ്റുന്ന ഭാഗവുമായി അടുത്ത വീഡിയോ സാർ പിന്നീട് നൽകുന്നതാണ്.